ജോലിക്ക് പോകണോ അതോ ബിസിനസ് ചെയ്യണോ? നമുക്ക് നമ്മളുടെ ഫ്രീഡത്തിന് വേണ്ടിയാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. ഹലോ ഗായ്സ്, ദിസ് ഇസ് മീ ഹരീഷ്. ഇന്നത്തെ ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ജോലിക്ക് പോകണോ അതോ ബിസിനസ് ചെയ്യണോ? ഞാൻ പല കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, മൾട്ടിനാഷണൽസിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ബിസിനസ് ഇപ്പോൾ 10-12-13 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ അതിൻ്റെ സിറ്റുവേഷൻ എന്താണ്. നമുക്ക് ജോലിയാണ് പോകണമെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഡെയിലി അവിടെ ആളുണ്ട്. ചെയ്യടാ എന്ന് പറയാൻ ആളുണ്ട്. നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറയാൻ ആരുമില്ല. രാവിലെ എണീച്ച് സെൽഫ് മോട്ടിവേറ്റഡായിട്ട് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതാണ് മേജർ ഡിഫറൻസ് ജോലി ഇതുമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്ന ആൾക്കാരല്ലെങ്കിൽ അവോയ്ഡ് ബിസിനസ്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു റീറ്റെയിൽ സ്റ്റോറാണ് ചെയ്യണമെങ്കിൽ രാവിലെ ഒരു സുഖമില്ല, തുറക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്കിന്ന് തുറക്കണം, നമുക്കിന്ന് കുറേ സെയിൽ ചെയ്യണം, നമുക്ക് അടുത്ത സ്റ്റോർ ഇടണം, സ്റ്റോർ വലുതാക്കണം, ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം ഡെയിലി. അതാണ് ഈ ബിസിനസ്സും ജോലിയും തമ്മിലുള്ള വ്യത്യാസം. ജോലിയാണെങ്കിൽ നമ്മൾ രാവിലെ പോകുന്നു, നമ്മളെ മാനേജർ പറയുന്നു ഇന്ന കാര്യം ചെയ്യ്, ഇത് ഇന്ന ദിവസത്തിൽ സബ്മിറ്റ് ചെയ്യണം, നിൻ്റെ ടാസ്ക് ഇതാണ്. അതിങ്ങനെ ടാസ്ക് സ്ലോ ആകുമ്പോൾ വീണ്ടും പുഷ് ചെയ്യും, ചെയ്യും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് വേറെ ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ ജോലിക്ക് പോയാൽ ഒരു റിസ്ക്കും ഇല്ല. പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വേറെ ആൾക്കാരാണ്. നമുക്ക് നമ്മൾ പറയുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി, നമ്മൾ ഫ്രീ ആയി. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100% റിസ്ക് എടുത്തേക്കാണ്, നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. അതിൻ്റെ റിസ്ക് മറ്റേതുമായിട്ട് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. പിന്നെ നമുക്ക് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജോലിയാണെങ്കിൽ നമുക്ക് രാവിലെ എണീച്ച് കളഞ്ഞിട്ട് പോവാം. നമ്മളെ മാനേജർ ശരിയല്ലേ, എനിക്ക് അങ്ങനെ കാണാതെ വെറുപ്പാണ്. രാവിലെ എങ്ങനെ ഞാൻ ജോലിക്ക് പോകും? അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് പോവാം. ഞാൻ മുമ്പ് എപ്സണിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു UK. അപ്പോൾ എപ്സണിൽ മാർക്ക് ഒലിവർ എന്ന് പറഞ്ഞ ഒരു മാനേജർ, എനിക്ക് അങ്ങനെ കാണാൻ ഇങ്ങനെ രക്തം തിളയ്ക്കും. അപ്പോൾ കളഞ്ഞിട്ട് പോവാം. പക്ഷേ നേരെ മറിച്ച് ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. പൈസ അവിടെ കിടക്കുകയാണ്, കളഞ്ഞിട്ട് പോയാൽ ബിസിനസ് പൊളിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഇട്ടിട്ട് പോണ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് മടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ വരാതിരിക്കുന്നത് നല്ലത്. അത് ഏത് ബിസിനസ് ആയാലും. കാരണം നമ്മൾ ഫസ്റ്റ് പൈസ ഇൻവെസ്റ്റ് ആദ്യത്തെ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് പോണൊരു ടൈപ്പാണെങ്കിൽ സൂക്ഷിക്കണം. അത് നിങ്ങൾക്ക് ജോലിയാണ് ബെസ്റ്റ്. ഓക്കെ. പിന്നെ ബിസിനസ് ആകുമ്പം പ്രൊക്രാസിനേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പിന്നീടെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നമുക്ക് ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ ടാക്സ് അപ്പം അടയ്ക്കണം. പിന്നീട് അത് പ്രൊക്രാസിനേറ്റ് ചെയ്ത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അവർ വീട്ടിൽ വരും. അപ്പം എല്ലാ കാര്യവും ഓൺ ടൈം ചെയ്യണ ഒരു രീതി ഉണ്ടായിരിക്കണം ബിസിനസ്സിൽ. ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മാറ്റി വെച്ച് പോവാം, കുഴപ്പമില്ല. കാരണം വേറെ ഒരാളുടെ ബിസിനസ്സാണ്, നമ്മളെ അങ്ങനെ വലിയ ബാധിക്കുന്ന കേസല്ല. നമുക്ക് ബിസിനസ്സിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓൺ ടൈം എല്ലാം ക്ലിയർ ചെയ്ത് തന്നെ പോകണം. ആ മാറ്റിവെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം ഒന്ന് മാറ്റിവെക്കണം. അല്ലെങ്കിൽ ബിസിനസ്സിൽ പാടാണ്. പിന്നെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിസിനസ് തുടങ്ങുക സുഖമായിട്ട് നമുക്ക് നമ്മളുടെ ഫ്രീഡത്തിന് വേണ്ടിയാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ 9 to 5 ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ടൈം ഫ്രീ ആണ്, അല്ലെങ്കിൽ ഓഫ് എടുക്കാം. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓഫ് എന്ന് പറഞ്ഞാൽ സംഭവമില്ല. 24/7 യു ആർ വർക്കിംഗ്. മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പേയ്മെൻറ്റ് കൊടുക്കണം, ഇന്ന് സെയിലൊന്നും നടന്നില്ല, അതിൻ്റെ ടെൻഷൻ, ജോലിക്ക് ആൾ വന്നില്ല. മറ്റേതിൽ അങ്ങനെ ഒരു
ടെൻഷനില്ല, നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം കിട്ടും. ബിസിനസ് ആണെങ്കിൽ ഒരു ഫ്രീ ടൈമും ഇല്ല. മരണം, കല്യാണം, ഒന്നും വാലുകാച്ച് ഒന്നിനും നമുക്ക് പോകാൻ പറ്റില്ല ആദ്യത്തെ കുറച്ച് നാളെങ്കിലും. ബിസിനസ് ഒന്ന് റൺ ആയി വരണത് വരെയെങ്കിലും നമുക്ക് അതിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ അത്രയും സാക്രിഫൈസ് ചെയ്യാൻ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ബിസിനസ്സിൽ വന്നാൽ മതി, അല്ലെങ്കിൽ പാടാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റോറാണെന്ന് വയ്ക്കുക. സ്റ്റോറിൽ രാവിലെ തുറന്നിട്ട് ആരും വന്നിട്ടില്ല, നമ്മൾ അവിടെ ഇരുന്ന് ഉറങ്ങാതെ, ചുമ്മാ ഇരുന്ന് ഉറക്കം വരുമല്ലോ, ഉറങ്ങാതെ ഓണറാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിക്കേണ്ടി വരും. ദൈവമേ, ഇന്ന് ആരും വന്നില്ല, ആഡ് എങ്ങനെ കൊടുക്കണം, നമുക്ക് നമ്മളെ ബോർഡ് വിസിബിലിറ്റി കുറവാണോ, അല്ല വേറെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് സ്റ്റാർസിനെ വിളിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യണോ, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ കേപ്പബിലിറ്റി വേണം. അല്ലെങ്കിൽ പിന്നെ പൈസ തീർന്നു, പൈസ മറിക്കാനുള്ള കേപ്പബിലിറ്റി വേണം, പൈസ കടം ചോദിക്കാനുള്ള കേപ്പബിലിറ്റി വേണം, ബാങ്കിൽ പോയിട്ട് എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയാനുള്ള കേപ്പബിലിറ്റി വേണം, പല പല സ്കിൽസ് വേണം ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ. മറ്റേതിലാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്കില്ല് മതി, നമുക്ക് സർവൈവ് ചെയ്ത് പോവാം. പിന്നെ ബിസിനസ് ആണെങ്കിൽ ഏറ്റവും വലിയ ഗുണം, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളെ ഫാമിലിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലാണ്, കേരളത്തിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യ മൊത്തം വളർത്തി കൊണ്ടുവരാം, പല പല കാര്യങ്ങളും. മറ്റേതാണെങ്കിൽ വേറൊരു ആൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, അയാളുടെ ഗ്രോത്ത്, ആ കമ്പനിയുടെ ഗ്രോത്ത് അനുസരിച്ചാണ് നമ്മളെ ഗ്രോത്ത്. അവിടെയും ആ കമ്പനിയുടെ ഗ്രോത്ത് അനുസരിച്ച് റിവാർഡ് കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ല എങ്കിൽ ബിസിനസ്സിൽ കിട്ടുന്ന റിവാർഡ് ജോലി ചെയ്താൽ കിട്ടില്ല. പിന്നെ നല്ല ശമ്പളമെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ്, ലക്ഷങ്ങൾ ശമ്പളമുണ്ട്. നമ്മളൊരു ചെറിയൊരു ബിസിനസ് അത് കളഞ്ഞിട്ട് വന്നിട്ട് തുടങ്ങുന്നത് അബദ്ധമാണ്. നമ്മൾ തുടങ്ങണമെങ്കിൽ, അങ്ങനെ ഒരു ജോലി ഇരിക്കുന്ന ഒരാൾ നമ്മളൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അത്രയും നമുക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് തന്നെ പ്ലാൻ ചെയ്യണം. ചില ബിസിനസ്സിൽ എത്ര ഇത് ചെയ്താലും അധികം മാർജിൻസ് ഇല്ല. അപ്പോൾ മാർജിൻസ് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ തീരുമാനിച്ചു ബിസിനസ് ചെയ്യണമെന്ന്, വെൽ ആൻഡ് ഗുഡ്, നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ഒരാൾ ആ ലക്ഷം ബിസിനസ്സിൽ ഉണ്ടാക്കണമെങ്കിൽ എത്ര സെയിൽ ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് എപ്പോഴും ഒരു ഐഡിയ വേണം. നമ്മൾ 1,00,000 രൂപയുടെ സെയിൽ നടന്നു കഴിഞ്ഞാൽ 30% പ്രോഫിറ്റ് എങ്കിൽ 30,000 രൂപ വരുവുള്ളൂ. അതിൽ നിന്ന് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എക്സ്പെൻസിൻ്റെ കാര്യങ്ങൾക്ക്, ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. 30% ലാഭമെങ്കിൽ 1,00,000-ന് 30,000 രൂപ വരുള്ളൂ. ആ 30,000 രൂപയ്ക്ക് ചിലവെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ചെറിയൊരു പൈസ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 3,00,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ഒരാൾ ആ 3,00,000 രൂപ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ അതിനേക്കാളും കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചല്ലേ വരുന്നത്. അത്രയും രൂപ ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം സെയിൽ ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് ആദ്യം നമ്മൾ ചിന്തിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആകണം. അപ്പോൾ ഗായ്സ്, നിങ്ങൾ തന്നെ ഇരുന്ന് ചിന്തിച്ചിട്ട് ആലോചിച്ചാൽ മതി, ജോലി വേണോ ബിസിനസ് വേണോ. ബിസിനസ് തുടങ്ങിയാലും ജോലി തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങളെ ജോലി എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റേതാണെങ്കിൽ നിങ്ങൾക്ക് പറയണ ജോലി നിങ്ങളെ ഡ്യൂട്ടി ചെയ്തത്, രണ്ടും ജോലി തന്നെ. ഫ്രീ ടൈം പ്രതീക്ഷിച്ചുകൊണ്ട് ബിസിനസ് വരല്, നോ ഫ്രീ ടൈം, നത്തിങ്. സ്റ്റാർട്ടിങ്ങിൽ ഫുൾ ജോലി തന്നെ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മടുക്കാത്തവർ, പെട്ടെന്ന് അങ്ങനെ ഇട്ടിട്ട് പോവാത്തവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.